ജരാസന്ധനുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ ഇരു സൈന്യങ്ങളും മുഖാമുഖം വരുമ്പോൾ കൃഷ്ണൻ തന്റെ രഥത്തിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങുന്നു. പിന്നാലെ കാലയവനനും. ഏറെ നാളുകൾക്ക് ശേഷം കൃഷ്ണനും പിന്നാലെ കാലയവനനും ഇരുണ്ട ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു. തലമുറകളായി അവിടെ ധ്യാനനിരതനായ മുജുകുന്ദ മുനിയാണ് ഈ ഗുഹയിൽ വസിച്ചിരുന്നത്. ഋഷിയുടെ നോട്ടം ആരുടെ മേലാണോ പതിക്കുന്നത്, ആ വ്യക്തിക്ക് തൽക്ഷണം മരണത്തിന് വിധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഭഗവാൻ കൃഷ്ണന് അറിയാമായിരുന്നു. കോപാകുലനായ കാലയവനൻ ഇരുട്ടിൽ കാണാൻ കഴിയാതെ അത് കൃഷ്ണനാണെന്ന് തെറ്റിദ്ധരിച്ച് മുജുകുന്ദനെ ആക്രമിക്കുന്നു. മഹർഷി കണ്ണു തുറന്നു. അദ്ദേഹത്തിന്റെ നോട്ടം കാലയവനിൽ പതിക്കുന്നു. ഉടൻ തന്നെ കാലയവനൻ വെന്തു മരിക്കുന്നു. മുജുകുന്ദൻ കൃഷ്ണനെ ശ്രദ്ധിച്ചു. ഉടനെ അദ്ദേഹത്തിന് അത് മഹാവിഷ്ണുവായി തിരിച്ചറിയപ്പെട്ടു. മുജുകുന്ദൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ താൻ ഉറങ്ങിയിട്ട്